وأشهد أن لا إله إلا الله وحده لا شريك له إقرارا به وتوحيدا وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وصحبه تسليما مزيدا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون صدق الله العلي العظيم. സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖികളായി ജീവിക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ശ്രവിച്ച ഖുതുബയും പങ്കെടുത്ത ഈ ജുമയും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും ആഖിറത്തിൽ മരണാനന്തര ജീവിതത്തിൽ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ഒരു ജുമ മുതൽ അടുത്ത ജുമ വരെയുള്ള പാപങ്ങൾ ഈ ജുമയോടുകൂടി പൊറുക്കപ്പെടും എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല കഴിഞ്ഞ ജുമ മുതലുള്ള ഈ ജുമ വരെയുള്ള എല്ലാ നമ്മുടെ പാപങ്ങളും, ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പാപങ്ങളും ഈ ജുമ കൊണ്ട് നമുക്കേവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല സഫലീകരിച്ച് തരുമാറാവട്ടെ. പ്രവാചകൻ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിഗ്രഹ കേന്ദ്രീകൃതമായ ബാബിലോണിയൻ നാഗരികത ഉപേക്ഷിച്ച് കഅബ കേന്ദ്രീകൃതമായ തൗഹീദിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു നാഗരികത പടുത്തുയർത്തുകയും അങ്ങനെ ലോകത്ത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കേന്ദ്രമായി കഅബ മാറുകയും ആ കഅബ കേന്ദ്രീകൃതമായ ഇസ്ലാമിക നാഗരികതയാണ് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നത്. ആ നാഗരികതയുടെ പിതാവാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. കഅബ കേന്ദ്രീകൃതമായ നാഗരികതയുടെ അടിസ്ഥാന തത്വങ്ങൾ 3 ലോകത്തുള്ള എല്ലാ പള്ളികളും തിരിഞ്ഞു നിൽക്കുന്നത് കഅബയിലേക്കാണ്. കഅബയിലേക്ക് മുഖം തിരിച്ചു നിൽക്കുന്ന ലോകത്തുള്ള മുഴുവൻ പള്ളികളും പ്രതിനിധാനം ചെയ്യുന്നത് ഇസ്ലാമിക നാഗരികതയാണ്. ആ നാഗരികതയുടെ കേന്ദ്രം കഅബയാണ്. കഅബ കേന്ദ്രീകൃത നാഗരികതയിൽ പ്രധാനപ്പെട്ട 3 അടിസ്ഥാന കാര്യങ്ങളുണ്ട്. ഫൽഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ യത്അമഹും മിൻ ജൂഅ് വ ആമനഹും മിൻ ഖൗഫ്. സൃഷ്ടാവായ അല്ലാഹുവിനുള്ള ഇബാദത്താണ് കഅബ കേന്ദ്രീകൃത നാഗരികതയുടെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട വശം. ഫൽഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ യത്അമഹും മിൻ ജൂഅ്, ഭക്ഷ്യസുരക്ഷ, ഫുഡ് സെക്യൂരിറ്റി. കഅബ കേന്ദ്രീകൃത നാഗരികത ലോകത്ത് നടപ്പിൽ വരുത്തേണ്ടുന്ന സുപ്രധാനമായ തത്വമാണ് ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത്. വഅമനഹു മിൻ ഖൗഫ്, സാമൂഹ്യ സുരക്ഷ, സോഷ്യൽ സെക്യൂരിറ്റി. ദൈവാരാധന, ഭക്ഷ്യസുരക്ഷ, സാമൂഹ്യ സുരക്ഷ, ഇത് 3 കേന്ദ്രമായ ഒരു നാഗരികതയാണ് പരിശുദ്ധ കഅബ കേന്ദ്രമായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലം മുതൽ ലോകത്ത് നിലനിൽക്കുന്നത്. വിശക്കുന്നവന് ആഹാരം കൊടുക്കാത്തവൻ ദീനിനെ കളവാക്കിയവനാണെന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിശപ്പിൻ്റെ നോവും നൊമ്പരവും അടുത്തറിയുവാനും മനസ്സിലാക്കാനും ഇസ്ലാം ഒരുപാട് ആരാധനകൾ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. 30 ദിവസത്തെ വ്രതാനുഷ്ഠാനം പണക്കാരനും കുലീനനും ആരോഗ്യമുള്ളവനും വിശപ്പിൻ്റെ വേദന അറിയാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സംവിധാനിച്ചത്. അതുകൊണ്ട് ലോകത്തെ വിശപ്പിൻ്റെ പ്രശ്നം പരിഹരിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ബാധ്യതയാണ്. വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ മതത്തെ കളവാക്കുന്നവനാണ്. അറായിത്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം വലാ യഹുദ്ദു അലാ ത്വആമിൽ മിസ്കീൻ. മതത്തെ കളവാക്കുന്നവൻ്റെ ലക്ഷണങ്ങളിൽപ്പെട്ട ഒരു ലക്ഷണമാണ് അവൻ വിശക്കുന്നവന് ഭക്ഷണം നൽകുകയോ അവൻ്റെ കയ്യിൽ നൽകാൻ ഭക്ഷണമില്ലെങ്കിൽ കഴിയുന്നവരോട് പോയി പറഞ്ഞ് ഭക്ഷണം നൽകാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യാത്തവൻ ദീനിനെ കളവാക്കിയവനാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പ്രബോധനം ആരംഭിച്ചപ്പോൾ ഏറ്റവും ആദ്യമായി ഊന്നി പറഞ്ഞ കാര്യമാണ് വിശക്കുന്നവന് ഭക്ഷണം നൽകുക എന്ന് പറയുന്നത്. കാനത്ത് ദഅവത്തു ഇലൽ ഇത്ആമി മിൻ അവാഇലിൽ ഖിതാബിൻ നബവിയിൽ മക്കി ഫിൽ മർഹലത്തി സിരിയ്യ ഫി ദഅവത്തിൽ മക്കിയ. മക്കയിൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം രഹസ്യ പ്രബോധനം നടത്തിയ കാലത്ത് തന്നെ
ഊന്നി ഊന്നി പറഞ്ഞ കാര്യമാണ് വിശക്കുന്നവന് ഭക്ഷണം നൽകുക എന്ന് പറയുന്ന കാര്യം. മദീനയിലെത്തിയപ്പോൾ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ ഫോക്കൽ പോയിന്റുകളായി നിശ്ചയിച്ച കാര്യമാണ് അവ്വലു ഖിതാബിൻ ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ദഅവത്തിൽ മദനിയ അദ്ദഅവതു ലിഇത്ആമി ത്വആം. വിശക്കുന്നവന് ഭക്ഷണം നൽകുക എന്ന് പറയുന്നത് മദീനയിലെത്തിയ പ്രവാചകൻ ഇസ്ലാമിക പ്രബോധനം ആരംഭിച്ചപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാക്കി ഊന്നിപ്പറഞ്ഞതാണ്. യാ അയ്യുഹന്നാസ് അഫ്ഷുസ്സലാം വഅത്ഇമുത് ത്വആം വസിലുൽ അർഹാം വസല്ലൂ ബില്ലൈലി വന്നാസ് നിയാം തദ്ഖുലുൽ ജന്നത ബിസലാം. സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴികൾ പറഞ്ഞപ്പോൾ അതിൽ പറഞ്ഞൊരു കാര്യമാണ് വഅത്ഇമുത് ത്വആം, വിശക്കുന്നവന് ഭക്ഷണം നൽകുക എന്ന് പറയുന്നത്. പ്രവാചകൻ തിരുമേനിയോട് ഒരിക്കൽ അംറുബ്നു അബ്സ ഒരു ചോദ്യം ചോദിച്ചു, മൽ ഇസ്ലാം യാ മുഹമ്മദ്, പ്രവാചകരെ എന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ? ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീബുൽ കലാം വ ഇത്ആമി ത്വആം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. നല്ല വർത്തമാനം പറയാം, അത് നേർക്കുനേരെ വർത്തമാനം പറയുമ്പോഴും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ അതങ്ങനെ തന്നെ ആയിരിക്കണം. നല്ല വർത്തമാനം പറയാം. തീബുൽ കലാം വ ഇത്ആമി ത്വആം, വിശക്കുന്നവന് ഭക്ഷണം നൽകുക. ഇതാണ് ഇസ്ലാമിൻ്റെ അന്തസത്ത. നല്ല സംസാരം, ഉന്നത നിലവാരമുള്ള മാന്യമായ സംസാരം. മരിച്ചുപോയ മനുഷ്യരെക്കുറിച്ച് നല്ലതേ പറയാവൂ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ലാ തസുബ്ബുൽ നംവാത ഫഇന്നഹും അഫ്ളൗ ഇലാ മാ ഖദിമു. മരിച്ചവരെ കുറിച്ച് നിങ്ങൾ ഒരിക്കലും മോശം പറയരുത്. അത് ഏത് ജാതിക്കാരനായാലും ഏത് പാർട്ടിക്കാരനായാലും ഈശ്വരവിശ്വാസിയായാലും നിരീശ്വരവാദിയായാലും മരിച്ചവരെ കുറ്റം പറയാൻ പാടില്ല. അവരവരുടെ ദൗത്യം പൂർത്തിയാക്കി എത്തേണ്ടടുത്ത് എത്തിക്കഴിഞ്ഞു. നിങ്ങൾ നല്ല എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് അവർ പോകാൻ മാറ്റുമോ? അവർ മരിച്ചില്ലേ? അപ്പം നല്ല വർത്തമാനം പറയുക, ഭക്ഷണം നൽകുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയായ ഹദീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസിൽ അള്ളാഹു തന്നെ മനുഷ്യൻ്റെ വിശപ്പ് സ്വന്തം വിശപ്പായി ഏറ്റെടുത്ത് സംസാരിക്കുന്നതായി നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് തൊർദുൽ ജൂഇനിൽ മുസ്ലിമീൻ ആളമിൽ അമാൽ എന്തല്ലാഹ്, വിശ്വാസികൾ പ്രത്യേകിച്ചും ആദർശ സഹോദരങ്ങളായ മുസ്ലിങ്ങൾ അവരുടെ വിശപ്പിൻ്റെ പ്രശ്നം പരിഹരിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കടമയാണ്. വഹുവ ശഈറത്തുൻ അളീമത്തുൻ മിൻ ശആഇരിൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ സ്തംഭങ്ങളിൽ, അടയാളങ്ങളിൽ, ഷിയാറുകളിൽപ്പെട്ട ഒന്നാണ് വിശക്കുന്നവൻ്റെ ഭക്ഷണം നൽകുക എന്ന് പറയുന്നത്. ഖിയാമത്ത് നാളിൽ അള്ളാഹു പറയും, യബ്ന ആദം ഇസ്തംതഅതു ഫലം തുത്ഇമിനി, ഞാൻ നിന്നോട് ഭക്ഷണം ആവശ്യപ്പെട്ടു, ഞാൻ വിശക്കുന്നവനായിരുന്നു, നീ എനിക്ക് ഭക്ഷണം നൽകിയില്ല എന്ന് പറയും. അപ്പോൾ അവനോട് ചോദിക്കും, അദ്ദേഹത്തോട് ചോദിക്കും, അള്ളാഹിനോട് ചോദിക്കും, അള്ളാഹുവോട് ഈ അടിമ ചോദിക്കും, പഠിച്ചവനെ നിനക്ക് വിശക്കുമോ എന്ന്. അമാ ഇന്നക ലൗ അത്അംതഹു ലവജദ്ത ദാലിക ഇൻദി, വിശക്കുന്ന ഒരുത്തൻ ഒരിടത്തുണ്ടായിരുന്നു, അവൻ്റെ അടുക്കൽ ഒരു പൊതി ചോറുമായി നീ ചെന്നിരുന്നെങ്കിൽ അവിടെ നിനക്ക് എന്നെ കാണാമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിശക്കുന്നവൻ്റെ പ്രശ്നം അള്ളാഹുവിൻ്റെ പ്രശ്നമായി ഏറ്റെടുത്തതായി ഹദീസിൽ കാണാൻ സാധിക്കും. ഇസ്ലാമിലെ മൗലിക ഉത്തരവാദിത്തമാണ് വിശപ്പകറ്റുക എന്ന് പറയുന്നത്. വലൈസ മിനൽ ഈമാൻ അൻ യശ്ബഅൽ മുസ്ലിമു അഖൂഹുൽ മുസ്ലിമിൻ ഖരീബിൻ ഔ ജാരിൻ ഔ ബഈദിൻ യതലവ്വ ജൂഅൻ. ഒരു വിശ്വാസിയായ മുസ്ലിമിൻ്റെ അയൽവാസി, അവൻ സമീപസ്ഥനായാലും വിദൂരസ്ഥനായാലും, അവൻ വിശക്കുന്നതായി ഒരാൾ അറിയുകയാണെങ്കിൽ അതിൻ്റെ പ്രശ്നം പരിഹരിക്കാതെ ഇവൻ മുന്നോട്ട് പോകുന്നത് ഇസ്ലാമിക മൂല്യങ്ങളിൽ പെട്ടതല്ല. ലൈസ ബിമുഅ്മിനിൻ മൻ ബാത ശബ്ആന വജാറഹു ഇലാ ജംബിഇൻ ജായഹുൻ വഹുവ യഅലം. അയൽവാസി വിശന്നിരിക്കെ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് എല്ലാവർക്കും അറിയുന്ന ഹദീസാണ്. അയൽവാസി വിശന്നിരിക്കെ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. അറിഞ്ഞുകൊണ്ട്, അറിയാതിരിക്കുന്നതിന് പഠിച്ചാൽ ശിക്ഷിക്കൊന്നുമില്ല. അപ്പോൾ അന്വേഷിക്കണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരാണ് പ്രവാചകരെ ഈ ജാറ്, ആരാണ് ഈ നെയ്ബർ, ആരാണ് അയൽവാസി? മുന്നിലേക്ക് 40 വീട്, വലതുവശത്തേക്ക് 40 വീട്, ഇടതുവശത്തേക്ക് 40 വീട്, പുറകിലേക്ക് 40 വീട്. 40 വീട് ചുറ്റളവിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു നേരത്തെ അന്നം കിട്ടാതെ വിശന്ന് വിരിഞ്ഞിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് പള്ളിയിൽ പോയി എത്ര തലകുത്തി മറിഞ്ഞാലും അള്ളാഹ് സ്വീകരിക്കൂല എന്നാണ് അതിൻ്റെ അർത്ഥം. മനുഷ്യൻ്റെ വിശപ്പിൻ്റെ പരിഹാരം അന്വേഷിക്കാതെ, പരിഹാരമുണ്ടാക്കാതെ മുന്നോട്ട് പോകുന്ന ആൾ മുഅ്മിനല്ല എന്നാണ് പ്രവാചകൻ തിരുമേനി പഠിപ്പിച്ചത്. വേശ്യാവൃത്തി ജീവിതത്തിൻ്റെ വരുമാന മാർഗമായി സ്വീകരിച്ച വളരെ മോശപ്പെട്ട ജീവിതം നയിക്കുന്ന ഒരു പെണ്ണ് മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു കിണറിലേക്ക് ഇറങ്ങി. ആ കിണറിൽ നിന്നും ആവോളം വെള്ളം കുടിച്ച് ദാഹമകറ്റി കരയിലേക്ക് കയറി വന്ന ആ വേശ്യാസ്ത്രീ കാണുന്നത് ദാഹം കൊണ്ട് നാവിട്ട് കപ്പുന്ന, മണ്ണ് കപ്പുന്ന ഈ സ്ത്രീയുടെ ശരീരത്തിൽ പറ്റിപ്പിടിച്ച വെള്ളവും വസ്ത്രത്തിൽ പറ്റിപ്പിടിച്ച വെള്ളമൊക്കെ നക്കി കുടിക്കാൻ ശ്രമിക്കുന്ന ദാഹാർത്തനായ ഒരു പട്ടിയെ. ഈ സ്ത്രീ ആ പട്ടിയോടുള്ള സിമ്പതി കൊണ്ട് വള്ളിയിൽ പിടിച്ച്
കിണറിലേക്ക് തിരിച്ചിറങ്ങി സ്വന്തം ബൂട്ടഴിച്ച് അതിൽ വെള്ളം നിറച്ച് അത് കടിച്ചു പിടിച്ച് കരയിൽ കൊണ്ടുവന്ന് ആ പട്ടിയുടെ ദാഹം തീർത്തു എന്നും ആ സ്ത്രീയുടെ എല്ലാ പാപങ്ങളും പുറത്ത് ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു എന്നും റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇനി എന്താ നമ്മൾ കേൾക്കേണ്ടത്? ഇനി എന്താ നമ്മൾ അറിയേണ്ടത്? ജീവിതത്തിൽ ഒരു നന്മയും ചെയ്തിട്ടില്ലാത്ത, ജീവിതത്തിൽ വളരെ മോശപ്പെട്ട ജീവിത രീതി സ്വീകരിച്ച ഒരു സ്ത്രീയുടെ സകല പാപങ്ങളും ഒരു പട്ടിയുടെ ദാഹമകറ്റിയത് കൊണ്ട് പുറത്തു കൊടുത്ത റഹ്മാനായ അള്ളാഹുവിൻ്റെ ദീനാണ് ഇസ്ലാം. രാത്രി ആരും കാണാതെ തഹജ്ജുദ് നമസ്കരിക്കുന്ന മറ്റൊരു പെണ്ണ്, ആ സ്ത്രീ നരകത്തിൽ പോയി. തഹജ്ജുദ് നമസ്കാരക്കാരി നരകത്തിൽ. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാ തഹജ്ജുദ് നമസ്കാരക്കാരി നരകത്തിൽ. എന്തുകൊണ്ടാണ്? ആ വീട്ടിൽ അവർ വളർത്തുന്ന ഒരു പൂച്ചയെ ദേഷ്യം പിടിച്ചപ്പോൾ കെട്ടിയിട്ടു, വെള്ളവും ഭക്ഷണം കൊടുക്കാതെ അത് ചത്തു. അന്നവും വെള്ളം കൊടുക്കാതെ ഒരു പൂച്ചയെ കെട്ടിയിട്ട് കൊന്നതിൻ്റെ പേരിൽ ആരാധനാനിഷ്ഠയുള്ള തഹജ്ജുദ് നമസ്കാരക്കാരെ ഒരു പെണ്ണിനെ നരകത്തിൽ പറഞ്ഞയച്ച അള്ളാഹുവിൻ്റെ ദീനാണ് ഇസ്ലാം. വേശ്യാവൃത്തി ജീവിതമാർഗമായി സ്വീകരിച്ചിട്ടും ഒരു പട്ടിയോട് കാരുണ്യം കാണിച്ചതിൻ്റെ പേരിൽ സ്വർഗത്തിലേക്ക് വിട്ട പടച്ചവൻ്റെ ദീനാണ് ഇസ്ലാം. അതുകൊണ്ട് വിശപ്പിൻ്റെ പ്രശ്നം പരിഹരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വയത്ഉമൂന അത്അമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ. അഗതിയെ, യതീമിനെ, ബന്ധനസ്ഥരെ അവർക്ക് സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി അന്നം കൊടുക്കുന്നവനാണ് മുസ്ലിം എന്ന് വിശുദ്ധ ഖുർആൻ വിശ്വാസിയുടെ സ്വഭാവമായി പറഞ്ഞിട്ടുണ്ട്. ഫലസ്തീൻ ജനത വിശന്ന് മരിക്കുന്നത് നമ്മുടെ കൺമുമ്പിലാണ്. ഈ കൊടുംചൂടിൽ ആകാശം മാത്രം മേൽക്കൂരയായി, ഒട്ടിയ വയറുമായി, ഉണങ്ങിയ തൊണ്ടയുമായി, അന്നത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നവൻ്റെ നെഞ്ചിലേക്ക് വെടിയുതിർക്കുന്ന കരാളമായ സംസ്കൃതിയാണ് നമ്മൾ ലോകത്ത് കണ്ടുവരിക്കുന്നത്. ഉണങ്ങിയ തൊണ്ടയുമായി മരണം ഏറ്റുവാങ്ങുന്ന ഫലസ്തീൻ ജനത ഈ പറയപ്പെട്ട ആയത്തുകളുടെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ നമ്മുടെ മനസ്സിൽ നൊമ്പരങ്ങൾ സൃഷ്ടിക്കേണ്ടതുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങൾ ഉണ്ടെന്ന് പറയുന്ന ആധുനിക ലോകത്ത് പ്രാകൃതമായ സംസ്കാരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അക്സറു മില്യൂനെ മുസ്ലിം ഫി ഗസ്സ, ഗസ്സയിലെ 20 ലക്ഷം മനുഷ്യർ യുറാദലഹുമുൽ മൗത്തുൽ ബത്തീവ്, സ്ലോ ഡെത്തിലേക്ക് അവരങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുക. പട്ടിണി മരണമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവൽ ഹിജറത്തോ തശ്രീദ്, അല്ലെങ്കിൽ അവർ ആട്ടിപ്പായിക്കാണ്, അല്ലെങ്കിൽ അവിടെ നിന്ന് ഹിജറ പോകേണ്ടി വരികയാണ്. അസ്റുൻ യുദ്ആ ഫീഹിൽ ഹുർരിയ്യാത്ത് വൽ ഖവാനീനുൽ ഇൻസാനിയ്യ വൽ അറാഫുദ് ദുവലിയ്യ. ലോക അന്താരാഷ്ട്ര മാനുഷ്യ അവകാശ നിയമങ്ങളും ലോകവ്യവസ്ഥയും നിലനിൽക്കുന്ന ഒരു ലോകത്താണ് 20 ലക്ഷം മനുഷ്യരെ പട്ടിണിക്കിട്ട് കൊല്ലുന്നത് ലോകം ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ലൈവ് വംശഹത്യ ലോകം ഇന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കാപട്യം. ഈ തരത്തിലുള്ള പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന മുസ്ലിങ്ങളാണെങ്കിൽ ലോകത്തിൻ്റെ പ്രശ്നം തന്നെ ഇല്ല എന്നതാണ്. ഇതാ കാനത്തുൽ ലഹിയ്യത്തു മിനൽ കുഫാർ ഫയംദുദുഹും ബികുല്ലി മാ യൽസിമുഹും. ലോകത്ത് എവിടെയെങ്കിലും ആളുകൾ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് കാഫറുകളാണെങ്കിൽ, മുസ്ലിങ്ങളല്ലാത്തവരാണെങ്കിൽ ലോകം സടകുടഞ്ഞ് എഴുന്നേൽക്കും. അന്താരാഷ്ട്ര സമൂഹം ഉടനെ എഴുന്നേൽക്കും, പ്രസ്താവന ഇറക്കും, നിലപാടുകൾ സ്വീകരിക്കും. വയഖൂലൂന ലാ ലിസ്തിഖ്ദാമി തജ്വീ സിലാഹൻ ضد المدنيين. മദനികളെ അഥവാ സിവിലിയന്മാർക്കെതിരെ വിശപ്പിന് ആയുധമാക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ലോകം ബഹളം വെക്കും. പക്ഷേ അമ്മാ ഇദാ കാനത്തുൽ ലഹിയ്യത്തു മിനൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളാണ് ഇവിടെ ഇരകളെങ്കിൽ ഫലാ യഹഖു ലഹും അഹദുൻ മൻ യുഖദ്ദിമു ലഹും ഷൈഅ, ആരും ഒന്നും ചെയ്യൂല എന്നതാണ് ലോകത്തിൻ്റെ നിലവിലെ നിലപാട്. ലോകത്തിന് ഇങ്ങനെയൊക്കെ നിലപാട് സ്വീകരിക്കുക, പക്ഷേ മുസ്ലിങ്ങൾക്ക് ആ നിലപാട് സ്വീകരിക്കാൻ പാടുമോ? ഫമനഉ ഇഖ്വാനഹും തുആമ വശറാബ വദ്ദവാ. മുസ്ലിം ലോകം തിന്നുകയും കുടിക്കുകയും ചെയ്യുമ്പോൾ ഫലസ്തീൻ ജനതയ്ക്ക് അന്നവും വെള്ളം കൊടുക്കാതിരിക്കുന്നത് കുറ്റകൃത്യമാണ്, ഏറ്റവും വലിയ അക്ഷന്തവ്യമായ അപരാധമല്ലേ? ഫളലൻ അൻ യുഖദ്ദിമു ലഹും സിലാഹ വൽ അതാദ്. ഫലസ്തീൻ ജനത അന്നവും വെള്ളവും കിട്ടാതെ വിശന്ന് മരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന സന്ദർഭത്തിൽ ഒന്നും കൊടുക്കുന്നില്ല എന്നതിനേക്കാളും അപ്പുറം ഫലസ്തീൻ ജനതയെ കൊലവിളിക്കുന്നവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്താൻ പാടുണ്ടായിരുന്നോ? മുസ്ലിം ലോകം പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് കേട്ടിട്ടില്ല എന്ന പോലെയാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വകഅന്നഹും ലയസ്മഉ ബിഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുസ്ലിം അഖുൽ മുസ്ലിം ലാ യദ്ലിമുഹു വലാ യുസ്ലിമുഹു വമൻ കാന ഫീ ഹാജതി അഖീഹി കാന അല്ലാഹു ഫീ ഹാജതിഹി. മുസ്ലിം അവൻ മറ്റൊരു മുസ്ലിമിൻ്റെ സഹോദരനാണ്. ലാ യദ്ലിമുഹു, അവനോട് അക്രമം കാണിക്കാൻ പാടില്ല. വലാ യുസ്ലിമുഹു, അവനെ ശത്രുവിന് കൊല്ലാൻ വിട്ടുകൊടുക്കാൻ പാടില്ല. വമൻ കാന ഫീ ഹാജതി അഖീഹി കാന അല്ലാഹു ഫീ ഹാജതിഹി. പ്രയാസം അനുഭവിക്കുന്ന ഒരു വിശ്വാസിയുടെ പ്രയാസം പരിഹരിക്കുന്നവൻ അവനെ അള്ളാഹുവും സഹായിച്ചുകൊണ്ടിരിക്കും എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും ഫലസ്തീൻ ജനതയോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കണം. മറ്റുള്ളവർക്കെതിരെയുള്ള ആക്ഷേപങ്ങളെ ചൊരിഞ്ഞ് മറ്റുള്ളവരുടെ നിലപാടിനെ കുറ്റം പറയുന്ന പകരം നിങ്ങൾ ഈ വിഷയത്തിൽ എന്ത് ചെയ്യുന്നു എന്നാലോചിക്കണം. അയ്യുഹൽ മുസ്ലിമൂൻ ബഅദൻ തഹദ്ദസ്നാ ബിൽ അമൂം. മൊത്തത്തിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു.
നഖ്സു ബൽ ഖൗലു ലികുല്ലി വാഹിദിൻ മിന്നാ യഖിഫ ഇൻദ മസ്ഊലിയാതിഹി. ഫലസ്തീൻ ജനതയ്ക്ക് നേരെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം. യന്തഖില മിൻ ഹാലത്തിൽ ലൗമി അൽ-ആഖരീന അലാ തഖ്സിരി. മറ്റുള്ളവർ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മളെന്ത് ചെയ്യുന്നു എന്ന് ആലോചിക്കണം. ഇലാ ഹാലത്തിൽ അഫ്ആലി വൽ അഅമാൽ, നമ്മളൊക്കെയും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം. വകുല്ലും ബിഹസ്ബി ഖുദ്റത്തിഹി, ഓരോരുത്തരും നമ്മളെ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഫലസ്തീൻ ജനതയ്ക്ക് കൊണ്ട് ചെയ്യണം. ലാ ബുദ്ദ മിൻ ബദലിൽ മാലി ലിത്ആമിൽ ജായ. ഫലസ്തീൻ ജനത വിശന്ന് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊരു ഉരുള ചോറ് എൻ്റെ ഒരു റിയാൽ കൊണ്ട് അവിടെ എത്തിക്കാനുള്ള സംവിധാനമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ചെയ്യണം. വഹാദ അഖല്ലു മാ നുഖദ്ദിമു ലി ഇഖ്വാനിൽ അൽ മക്ലൂമീന ഫി ഗസ്സ. ഗസ്സയിലെ ജനതകൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഏറ്റവും ചെറിയ പ്രവർത്തനമാണത്. നമ്മുടെ ചില ചങ്കിലെ ചോരയായ, നമ്മുടെ കണ്ണായ കരളായ ചങ്കിലെ ചോരയായ ചങ്കിലെ റോസാപ്പൂവായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി, അങ്ങനെ ഒരാൾ നമുക്കതേ ഉള്ളൂ. അതിനുശേഷം ഒരാളും നമ്മുടെ കണ്ണുമല്ല കരളുമല്ല ചങ്കിലെ റോസാപ്പൂവുമല്ല. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസലുൽ മുഅ്മിനീന ഫീ തവദ്ദുഹിം വതറാഹുഹിം വതആതുഫിഹിം മസലുൽ ജസദി ഇദാ ഇശ്തകാ മിൻഹു ഉളുവ്വൻ തദഅ ലഹു സായിറുൽ ജസദി ബിസ്സഹരി വൽ ഹുമ്മ. വിശ്വാസികളുടെ സ്നേഹം, സൗഹൃദം, അവരുടെ ബന്ധം എന്ന് പറയുന്നത് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹവും കാരുണ്യവും ഒക്കെ പുലർത്തുന്ന ആളുകളാണ്. ഒരു ശരീരം പോലെയാണ്. ഒരു ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തൊരു മുള്ളു തറച്ചാൽ ആ മുള്ളു തറച്ച വേദനയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ശരീരം പനിച്ചും ഉറക്കമുളച്ചും ആ മുറിയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് പോലെ ഫലസ്തീനിലെ ഓരോ കുട്ടിയും കിടന്ന് പിടയുമ്പോൾ ആ പിടയുന്ന കുട്ടിയുടെ പിടച്ചിലിൻ്റെ വേദന ദോഹയിൽ ഇരുന്നുകൊണ്ട് ഞാൻ നിങ്ങൾ അനുഭവിക്കുമ്പോഴാണ് നമ്മൾ മുസ്ലിമായി തീരുക. വിശ്വാസികളൊരു ശരീരമാണ്. ആ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരിടത്ത് ഒരു മുള്ളുകുത്തി വേദനിച്ചാൽ ആ വേദന ഉമ്മത്തും മുസ്ലിമയുടെ മൊത്തം നൊമ്പരവും വേദനയായി മാറുമ്പോൾ മാത്രമേ നമ്മൾ വിശ്വാസികളായി തീരുകയുള്ളൂ. വല്ലദീന കഫറു, സത്യനിഷേധികൾ, ബാളഹും മൗലിയാഹു ബാൾ, അവർ പരസ്പരം സഹകാരികളും സുഹൃത്തുക്കളുമാണ്. ഇല്ലാത്ത ഫഅലുഹു, അപ്രകാരം പരസ്പരം സഹകാരികളും സുഹൃത്തുക്കളും ഒറ്റ കൈമയാർന്ന് ഒന്നിച്ച് പെരുമാറുകയും ചെയ്യുന്ന നിലപാടിലേക്ക് വിശ്വാസികൾ വന്നിട്ടില്ലെങ്കിൽ തക്കുൻ ഫിത്നത്തുൻ ഫിൽ അർളി വഫസാദുൻ കബീർ, ലോകത്ത് വലിയ ഫിത്നയുണ്ടാവും, കുഴപ്പങ്ങളുണ്ടാവും എന്ന് വിശുദ്ധ ഖുർആൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി നമുക്ക് ചെയ്യാനുള്ള പ്രാർത്ഥിക്കലും നമ്മുടെ സമ്പത്തിൻ്റെ വിഹിതം, നമ്മുടെ ദൈനംദിനമായി നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒക്കെ ഒരു വിഹിതം ദോഹയിൽ നിന്ന് അവിടേക്ക് എത്തിക്കാനുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അന്വേഷിച്ചുകൊണ്ട് അത് ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ വെറുതെ വിടുകയില്ല. നമ്മുടെ ഫലസ്തീൻ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രയാസങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് അറുതി വരുത്തി കൊടുക്കുമാറാവട്ടെ. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭക്ഷണം എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. മന്നവും സെൽവയും ഇറക്കിക്കൊണ്ട് മനുഷ്യരുടെ വിശപ്പ് മാറ്റിയ പടച്ചവനെ, ഫലസ്തീനിലെ സഹോദരി സഹോദരന്മാർക്ക് നീ അന്നം എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അവർക്ക് നീ വെള്ളം എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. അവർക്ക് നീ മരുന്ന് എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. അവരുടെ പ്രയാസങ്ങൾക്കെല്ലാം നീ പരിഹാരമുണ്ടായി കൊടുക്കണേ റഹ്മാനെ. ഫലസ്തീൻ ജനതയ്ക്ക് അവരുടെ രാജ്യം തിരിച്ചു കൊടുക്കണേ തമ്പുരാനെ. അവർക്ക് നീ സ്വാതന്ത്ര്യം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവർക്ക് നീ ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. മസ്ജിദുൽ അഖ്സയുടെ വിമോചനം കണ്ണുകൊണ്ട് കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. മസ്ജിദുൽ അഖ്സയിൽ പോയി ജൂതപ്പട്ടാളക്കാരൻ്റെ പരിശോധനയില്ലാതെ നേർക്കുനേരെ മസ്ജിദുൽ അഖ്സയിൽ പോയി നമസ്കരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഒന്നാമത്തെ ഖിബ്ലയും മൂന്നാമത്തെ ഹറമുമായ ഖുദ്സിനെ നീ രക്ഷിക്കണേ തമ്പുരാനെ. അതിനെ തകർക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പരിശ്രമങ്ങളെയും പടച്ചവനെ നീ തന്നെ പ്രതിരോധിക്കണമേ. ഫലസ്തീൻ ജനതയെ നീ സഹായിക്കണമേ. ഫലസ്തീനികളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണമേ. ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഈ രാജ്യത്തെ പടച്ചവനെ നീ അനുഗ്രഹിക്കണമേ. ഈ രാജ്യത്ത് നീ ഖൈറും ബറക്കത്തും ചൊരിയുമാറാവണേ തമ്പുരാനെ. ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്ക് ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വമുൻസിലുൽ ബറകാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اغفر لنا ذنوبنا ولوالدينا ولوالد والدينا رب ارحمهم كما ربونا صغارا. اللهم لا تدع لنا ذنبا إلا غفرتا ولا دينا إلا قضيتا ولا كربة إلا نفستا ولا مريضا إلا شفيتا ولا ميتا إلا رحمتا ولا ولدا إلا أصلحتا ولا مرادا إلا حسلتا ولا مترددا إلا ثبتا ولا مهاجرا إلا آويتا ولا مجاهدا إلا نصرتا ولا حاجة من حوائج الدنيا والآخرة إلا قضيتها يا رب العالمين. اللهم إنك تعلم ذنوبنا فاغفرها يا غافر المذنبين. اللهم إنك تعلم أمراضنا فاشفها يا شافي الأمراض. اللهم إنك تعلم حاجاتنا فاقضها يا قاضي الحاجات. اللهم انصر إخواننا المجاهدين في فلسطين.
اللهم انصرهم نصرا مؤزرا اللهم افتح لهم فتحا مبينا اللهم عليك باليهود الظالمين اللهم حرر المسجد الأقصى من اليهود المعتدين اللهم وفقنا للصلاة في مسجد الأقصى قبل الممات يا رب العالمين اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا حولنا شقيا ولا مطرودا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم.